അമ്മയും ഞാനും കൂടെ ഒരു മുത്തശ്ശിയുടെ 90-ാം പിറന്നാളിന് പോവാണ് കേട്ടോ, നവതി ആഘോഷത്തിന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു റീലിട്ടിരുന്നു. അപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചു, സപ്തതി ആഘോഷമായിരുന്നോ ചേച്ചിന്ന്. അപ്പോൾ എന്തായാലും സപ്തതിയല്ല, നവതിയാണ്. ഒറ്റപ്പാലം കന്യാമ്പുറത്ത് പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലായിരുന്നു ഫങ്ഷൻ. അപ്പോൾ ദേ ഡോറ് തുറന്ന് ഞങ്ങൾ അകത്ത് കയറുകയാണ് കേട്ടോ. ഹാളിനകത്ത് വലിയൊരു സ്ക്രീനിൽ അവരുടെ മുത്തശ്ശിയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ കുറേ ഫോട്ടോസ്, പഴയ ആൽബം കളക്ഷനായിരിക്കാം, അതിങ്ങനെ കാണിച്ചിരുന്നു. പിന്നെ നമ്മുടെ കള്ളിപ്പൂങ്കുയിലെ എന്നുള്ള പാട്ടിൻ്റെ ഫ്ലൂട്ട് BGM അവിടെ പ്ലേ ചെയ്തിരുന്നു. പക്ഷെ അത് കേൾപ്പിക്കാൻ നിർവാഹമില്ല, കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് കേട്ടില്ലേ ആ BGM? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പോർഷൻ അൺമ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. ദേ ഇവിടെ ഒരു സുന്ദരി കുട്ടി ഇരിപ്പുണ്ട്, എന്നെപ്പോലെ മിഡിയും ടോപ്പൊക്കെ ഇട്ട് ബട്ടർഫ്ലൈ സ്ലൈഡൊക്കെ കുത്തി. പിറന്നാൾ കുട്ടിയെ കൊണ്ട് കേക്കൊക്കെ കട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി അങ്ങനെ. അമ്മക്കുട്ടിയും കുഞ്ഞാവയും. ഈ നിൽക്കുന്നത് ഒരു ലോക്കോ പൈലറ്റാണ് കേട്ടോ, പ്രശാന്ത് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തി ഞാനൊരു വീഡിയോ അങ്ങ് കാച്ചി. പാലക്കാട്, എറണാകുളം മെമുവിലൊക്കെ അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ട്. ഇത് പ്ലേ ബാക്ക് സിംഗർ ചിത്ര അരുൺ ആണ്. ഞാൻ കുട്ടിക്കാലത്ത് എങ്ങോ കണ്ടിട്ടുണ്ട്. മുണ്ടൂരാണ് ഇവിടെ വീടൊക്കെ, പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് സെറ്റിലാണെന്ന് തോന്നുന്നു. ഞാൻ പക്ഷേ പ്ലേ ബാക്ക് സിംഗറൊക്കെ ആയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് ഈ മുത്തശ്ശി, അതായത് അമ്മയുടെ അമ്മായി. കൂടുതൽ കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മോളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ.
നമ്മുടെ പ്രധാന പരിപാടി സദ്യ. സ്പെഷ്യാലിറ്റീസിൻ്റെ സദ്യ തന്നെയാണ്. ഗംഭീരമായിരുന്നു കേട്ടോ സദ്യ, പറയാതെ വയ്യ. ഇതിലൊരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ഒരു ചീരക്കൂട്ടാനും പിന്നെ ഇടിച്ചക്കത്തോരനും. സദ്യയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചീരക്കൂട്ടാനും ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ കണ്ടത്. എന്തായാലും ഒക്കെ ഗംഭീരമായിരുന്നു. പിന്നെ 2 പ്രഥമനുണ്ടായിരുന്നു, പാലടയും പരിപ്പും. ഒരു യമണ്ടൻ പ്രണയകഥ എന്ന സിനിമയിലെ ദുൽഖർ അങ്ങനെ ചോറ് വിളമ്പുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ ബംഗാളിയാണ് ഊണൊക്കെ ഇരിക്കുന്നത്, കിണർ കുഴിച്ചോ ചേട്ടാ സാമ്പാർ ഇപ്പോൾ വരും. അതുപോലെ ഞാനും കുഴിച്ചു ഒരു കിണർ. ഇവിടെ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട്, സ്പെഷ്യാലിറ്റീസിൻ്റെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സദ്യ കേമമായി. വടുകപ്പുളി നാരങ്ങയുടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇഞ്ചിത്തൈര് സൂപ്പറായിരുന്നു. സദ്യ മൊത്തം അടിച്ച് പൊളിച്ചു. ഫൈനലി പാലടയും പരിപ്പും. സദ്യ കഴിച്ച് കിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്താൻ ധൃതിയായി നിൽക്കുമ്പോൾ അവിടെ ഒരു കാറിൻ്റെ കീ അതിനകത്ത് പെട്ടിട്ട് കാറങ്ങ് ലോക്കായിപ്പോയി. പിന്നെ ആ കീ എടുക്കുന്ന തിരക്കിലായിരുന്നു മുത്തോട്ടനൊക്കെ. ദാ ഓടിപ്പോകുന്ന കുട്ടിയാണ് പിന്നെ അത് എടുത്തു കൊടുത്തു കേട്ടോ. അവനത് ചെയ്തിട്ട് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പിന്നെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ശകടത്തിലേക്ക് കയറാൻ വരികയാണ്. അങ്ങനെ വീട്ടിലെത്തി സദ്യയൊക്കെ കഴിഞ്ഞ് നല്ല പോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. വീട്ടിൽ വന്നതാ ഈ ഡ്രസ്സും ആലഭാരങ്ങളും ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റാൻ ധൃതിയായി എനിക്ക്. ഇതെല്ലാം മാറി നമ്മുടെ ആ പഴയ കൂതറ വേഷത്തിലേക്ക് കയറിയാലേ ഒരു സമാധാനം ആവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.